ഹായ് ഓൾ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വീക്കെൻഡ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇത് ആക്ച്വലി ഒരു സൺഡേ എടുത്ത വ്ളോഗാണ് കേട്ടോ. ആക്ച്വലി ഇത് എടുത്തിട്ട് ഒരു 1 വീക്കിന് മേലെ ആയിട്ടുണ്ട്. എനിക്ക് നോർമലി വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ആ ഇനീഷ്യേറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയാണ് കേട്ടോ. നമ്മൾ ഡെയിലി വീഡിയോ ഇടാറുള്ള സമയത്ത് ഇങ്ങനെ എടുത്ത് എഡിറ്റ് ചെയ്ത് അതങ്ങനെ ഫാസ്റ്റായിട്ട് പോവും. അല്ലാത്തപ്പം ഇങ്ങനെ എപ്പോഴെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് അത് ഷൂട്ട് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും ദിവസങ്ങളെടുക്കും. അതങ്ങനെ നീണ്ടു പോകും കേട്ടോ. എനിവേ, ഇതിപ്പം കാലത്ത് ഒരു 7 മണി ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് കിച്ചണിലോട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, അതായത് മക്കൾക്ക് ക്ലാസ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് റിലാക്സ് ആയിട്ടായിരിക്കും പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചണിലോട്ട് വന്ന് പിന്നെ ചായയൊക്കെ കുടിച്ച് അതിന് ശേഷമാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ നോർമലി ഒരു 11:30-12 മണിയാകുമ്പോഴത്തേക്കും കഴിയുന്ന പണികളൊക്കെ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ എന്തായാലും ഒരു 1 മണിയൊക്കെ ആവും കേട്ടോ ഒക്കെ തീർന്നു വരാൻ വേണ്ടിയിട്ട്. നിങ്ങളാർക്കെങ്കിലും ഇങ്ങനെ ഉണ്ടോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ് കേട്ടോ. ഇന്നിപ്പം ഉച്ചയ്ക്ക് നെയ്ച്ചോറാക്കാം കേട്ടോ വിചാരിക്കണത്. അപ്പോൾ അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മസാല ഉണ്ടാക്കാൻ കേട്ടോ. ഒരു പാത്രത്തിലോട്ട് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, ഒരല്പം സോയാ സോസ്, ഇത്രയും മതിയാവും. ഈ ഒരു റെസിപ്പി ഞാൻ മിക്കപ്പോഴും ചിക്കൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഫോളോ ചെയ്യുന്ന റെസിപ്പിയാണ്. ആക്ച്വലി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരൈറ്റാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും, ഒരുപാട് ചേരുവകളൊന്നുമില്ല. ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യുക. ആ സോസും കൂടെ ചേരുമ്പോഴാണ് ഇതിന് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. ടൊമാറ്റോ സോസും സോയാ സോസും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക. അപ്പോഴാണ് ഞാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന രീതിയിലുള്ള ആ ഒരു ടേസ്റ്റിലേക്ക് എത്തുക. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ മിക്കപ്പോഴും ട്രൈ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. മാക്സിമം ഒരു അരമണിക്കൂർ വരെയൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പോൾ അതവിടെ നിന്ന് സെറ്റാവുന്ന ടൈം കൊണ്ട് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നോർമൽ മെത്തേഡ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ഒന്നും ആക്കുന്നില്ല. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തിളച്ച് അരിയിടുന്നതിനേക്കാളും കൂടുതൽ ഫോളോ ചെയ്യുന്നത് ആദ്യം തന്നെ അരിയിട്ട് അതൊന്ന് ഒരു ഫ്രൈ ആയ മെത്തേഡ് ആണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാനുണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് നെയ്ച്ചോറ് ഒരിക്കലും ഇങ്ങനെ പരസ്പരം ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു മെത്തേഡ് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക. ആദ്യം തന്നെ അരിയിട്ട് കൊടുത്തതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നെയ്ച്ചോറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതിന് മുകളിൽ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മല്ലിയിലയും അതൊക്കെ ഇട്ടിട്ട് നോർമലി നമ്മൾ ഗാർണിഷ് ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ആകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഞാനൊന്നെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയൊരു കാര്യം, നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഈ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുന്നേ ആയിട്ട് ഒരു 1-2 സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്തിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. ആദ്യം തന്നെ അങ്ങനെ ചെയ്ത് വെക്കരുത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ പുറമേയുള്ള ക്രിസ്പിനെസ് കിട്ടില്ല. നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും തൊട്ട് മുന്നേ വേണം ഇങ്ങനെ കോൺഫ്ലവർ ചേർത്തിട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഇട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, അത്രയും നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഇനിയിപ്പം നമുക്ക് ഫുഡ് കഴിക്കാം.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ഒരു സ്ലിംഗ് ബാഗാണ് കേട്ടോ. കുറേ നാൾ കൊണ്ട് വിചാരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള സ്ലിംഗ് ബാഗ് ഓൾറെഡി കുറച്ച് ഡാമേജും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചതാണ് കേട്ടോ. ആക്ച്വലി ഇതൊരു നേവി ബ്ലൂ കളറാണ്. മുകളിലായിട്ട് ഫുള്ള് അങ്ങനെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഒരു എംബ്രോയ്ഡറി ടൈപ്പ് ഒരു ഫാബ്രിക് വെച്ചിട്ട് സ്റ്റിച്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ബാഗാണ്. ഇവിടെ അടുത്ത കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതൊന്നുമല്ല. അതുകൊണ്ട് ആരും ലിങ്കൊന്നും ചോദിക്കണ്ട കേട്ടോ. ഇതിപ്പം വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു കേട്ടോ. ഈ ഒരു നേരമായപ്പോഴാണ് ഒരു ഏതാണ്ട് അരമണിക്കൂർ നേരത്തോളം ഈ ഒരു മഴ ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കാര്യമായിട്ട് പരിപാടികളൊന്നുമില്ല. ഒരു ചായ കുടിക്കണം. ഇന്നിപ്പോൾ ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മോഡേണായിട്ട് പറഞ്ഞാൽ ഫ്രഞ്ച് ടോസ്റ്റ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ നമ്മളിവിടെ ബ്രെഡ് പൊരിച്ചതെന്ന് പറയും. അത്രയേ ഉള്ളൂ കേട്ടോ. മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ മെയിൻ ടാസ്ക് എന്ന് വെച്ചാൽ മക്കളെ പഠിപ്പിക്കലാണ്. അത് യൂഷ്വലി എല്ലാ ദിവസവും ഉണ്ടാവലുണ്ട്. എല്ലാ ദിവസവും കുറേശ്ശെങ്കിലും അവർക്കൊന്ന് ടച്ച് കൊടുത്തില്ലെങ്കിൽ പിന്നെ അവർക്ക് ഭയങ്കര മടിയായിട്ട് പോകും കേട്ടോ. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ മാക്സിമം അവരെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഒരു വീക്കെൻഡ് ഡേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ അയച്ച് കാണാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.